എല്ലാവർക്കും ആത്മനമസ്കാരം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം. അജോ മഹാർഹ സ്വാഭാവ്യോ ജിതാമിത്ര പ്രമോദനഃ ആനന്ദോ നന്ദനോ നന്ദഃ സത്യധർമ്മ ത്രിവിക്രമഃ. 521 നാമം അജഹ, 522 മഹാർഹ, 523 സ്വാഭാവ്യഃ, 524 ജിതാമിത്രഃ, 525 പ്രമോദനഃ, 526 ആനന്ദഃ, 527 നന്ദനഃ, 528 നന്ദഃ, 529 സത്യധർമ്മ, 530 ത്രിവിക്രമഃ. ഭഗവാന്റെ 521 നാമം അജഹ എന്ന് വെച്ചാൽ വിഷ്ണുവിൽ നിന്നും ജനിച്ച കാമദേവന്റെ സ്വരൂപത്തിലുള്ളവൻ എന്നർത്ഥം. അഹ എന്നാൽ വിഷ്ണു എന്നാണ്, ജഹ ജനിച്ചത്. അപ്പോൾ വിഷ്ണുവിൽ നിന്ന് ജനിച്ച, അതായത് ശ്രീകൃഷ്ണന്റെ പുത്രനായി ജനിച്ച കാമദേവന്റെ സ്വരൂപത്തിലുള്ളവൻ, അതായത് പ്രദ്യുമ്നനെയാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഭഗവാന് അജഹ എന്ന നാമത്തിന് അർത്ഥം. 522 മഹാർഹ, അതായത് മഹത്തെ എന്ന് വെച്ചാൽ പൂജയെ അർഹിക്കുന്നവൻ എന്നർത്ഥം. അതായത് പൂജിക്കപ്പെടേണ്ടവനാണ് ഭഗവാൻ. പൂജയെ, മഹത്തെ അഥവാ പൂജയെ അർഹിക്കുന്നവൻ. 523 നാമം സ്വാഭാവ്യഃ, അതായത് എന്നും സ്വാഭാവികമായി തന്നെ നിലനിൽക്കുന്നവൻ, അതായത് ഉദ്ഭവമോ നാശമോ ഇല്ല, എന്നും സ്വാഭാവികമായി തന്നെ സ്വയം അങ്ങനെ നിലനിൽക്കുന്നവൻ എന്നർത്ഥം. 524 ജിതാമിത്രഃ എന്ന് വെച്ചാൽ രാഗദ്വേഷാദിയായ ആന്തരിക ശത്രുക്കളെയും, അതായത് ഒരുവൻ അവന്റെ ഉള്ളിലുള്ള രാഗം, ദേഷ്യം, കാമക്രോധാദി അങ്ങനെയുള്ള മനസ്സിന്റെ ശത്രുക്കളെയും രാവണ കുംഭകർണാദി ബാഹ്യ ശത്രുക്കളെയും ജയിച്ചവൻ. അപ്പോ രാവണ കുംഭകർണന്മാരാകുന്ന ബാഹ്യമായി നിൽക്കുന്ന, പുറത്തു നിൽക്കുന്ന ശത്രുക്കളെയും മനസ്സിലെ രാഗദ്വേഷാദികളായ മനസ്സിന്റെ ശത്രുക്കളെയും ഒക്കെ ജയിച്ചവൻ എന്നർത്ഥത്തിൽ ജിതാമിത്രഃ എന്ന നാമം. 525 പ്രമോദനഃ, അതായത് തൻ്റെ ആത്മരൂപമായ അമൃതരസത്തെ ആസ്വദിക്കുന്നതിനാൽ എപ്പോഴും ആനന്ദത്തോടെ ഇരിക്കുന്നവൻ, അതാണ് പ്രമോദനഃ എന്ന നാമത്തിന് അർത്ഥം. അതായത് ഭഗവാന്റെ സ്വരൂപമാണ് ആനന്ദം. തൻ്റെ ആത്മരൂപമായ ആ ആനന്ദമാകുന്ന അമൃതരസത്തെ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ഭഗവാന്റെ ആത്മാവിന്റെ സ്വരൂപം എന്ന് വെച്ചാൽ പരമാനന്ദമാണ്. അതിനെ ആസ്വദിക്കുന്നതിനാൽ എപ്പോഴും ഭഗവാൻ ആനന്ദത്തിലാണ്. അതാണ് പ്രമോദനഃ എന്ന നാമത്തിനർത്ഥം. അപ്പൊ ഭഗവാന്റെ ഭക്തർ എന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷണവും എപ്പോഴും ആനന്ദഭാവം തന്നെയായിരിക്കും. എപ്പോഴും ഒരു ശാന്തിയും എപ്പോഴും ഒരു സന്തോഷം നിറഞ്ഞവരായിരിക്കും ഭഗവാന്റെ ഭക്തർ. കാരണം ഭഗവാൻ തന്നെ ആനന്ദ സ്വരൂപമാണ്. 526 നാമം ആനന്ദഃ, നമ്മൾ ഇപ്പോൾ പറഞ്ഞത് തന്നെ ആനന്ദമയമായ സ്വരൂപമുള്ളവൻ, അതാണ് ആനന്ദഃ എന്ന നാമത്തിനർത്ഥം. 527 നന്ദനഃ, അതായത് ആനന്ദിപ്പിക്കുന്നവൻ എന്നർത്ഥം. അപ്പൊ പ്രമോദനഃ എന്ന് വെച്ചാൽ ഭഗവാൻ ആനന്ദം തന്നെ ആയതുകൊണ്ട് ആനന്ദത്തെ ആസ്വദിച്ച് എപ്പോഴും ആനന്ദത്തോടെ ഇരിക്കുന്നവൻ എന്നർത്ഥം. ആനന്ദഃ എന്ന നാമത്തിനർത്ഥം ആനന്ദമാകുന്ന സ്വരൂപത്തോടു കൂടിയവൻ എന്ന്. ഇനി നന്ദനഃ എന്ന നാമത്തിനർത്ഥം ഭക്തനെ ആനന്ദിപ്പിക്കുന്നവൻ എന്നാണ്. ഇനി 528 നാമം നന്ദഃ, അതായത് സകലവിധമായ സിദ്ധികളോടും കൂടിയവൻ, അതാണ് നന്ദഃ എന്ന നാമത്തിന് അർത്ഥം. 529 സത്യധർമ്മ, സത്യവും ധർമ്മവും, സത്യധർമ്മങ്ങളോട് കൂടിയവൻ എന്നാണ് അർത്ഥം. സത്യധർമ്മ എന്ന് വെച്ചാൽ സത്യം, ധർമ്മം എന്നിവയോട് കൂടിയവൻ. 530 ത്രിവിക്രമഃ, ത്രിവിക്രമ എന്ന നാമം തന്നെ ആ വാമനമൂർത്തിയെയാണ് ഉദ്ദേശിച്ചത്. കാരണം 3 ലോകങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്ന പാദവിന്യാസങ്ങളോട് കൂടിയവൻ എന്നാണ് ത്രിവിക്രമ എന്ന നാമത്തിനർത്ഥം. വിക്രമം എന്നാൽ പാദവിന്യാസം. അപ്പൊ ത്രിവിക്രമം എന്നാൽ 3 ലോകങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്ന പാദവിന്യാസം, അതാണ് വാമനമൂർത്തി. അപ്പൊ ത്രിവിക്രമഃ എന്ന നാമത്തിനർത്ഥം വാമനമൂർത്തിയെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേദിനീപതി ത്രിപദ സ്ത്രിദശാധ്യക്ഷോ
മഹാശൃംഗ കൃതാന്തകൃത്. 531 നാമം മഹർഷി കപിലാചാര്യ. 532 കൃതജ്ഞ. 533 മേദിനീപതി. 534 ത്രിപദ. 535 ത്രിദശാധ്യക്ഷ. 536 മഹാശൃംഗ. 537 കൃതാന്തകൃത്. 531 നാമം മഹർഷി കപിലാചാര്യ. അതായത് മഹർഷിയായും ആചാര്യനുമായിരിക്കുന്ന കപിലമൂർത്തിയുടെ സ്വരൂപത്തിലുള്ളവൻ എന്നർത്ഥം. ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ്. കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും പുത്രനായി ഭഗവാൻ കപിലവാസുദേവനായി അവതരിച്ച് ഈ ലോകത്തിന് സാഖ്യശാസ്ത്രത്തെ നൽകിയത്. അപ്പോൾ ഭഗവാന്റെ ആ കപിലാവതാരത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, മഹർഷി കപിലാചാര്യ. 532 നാമം കൃതജ്ഞ. കൃതജ്ഞ എന്ന നാമത്തിനർത്ഥം കാര്യരൂപമായ ഈ ജഗത്ത്, അതായത് ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചം ഉണ്ടാവാൻ കാരണരൂപമായിരിക്കുന്ന പരമാത്മാവും ആയിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ കാര്യരൂപത്തിലുള്ള ഈ ജഗത്തും ഈ ജഗത്തുണ്ടാവാൻ കാരണമായ ആത്മാവ് ആയിരിക്കുന്നവൻ, രണ്ടും ഒരാൾ തന്നെ, ഒരേ ഭഗവാൻ തന്നെ എന്നാണ് കൃതജ്ഞ എന്ന നാമത്തിന് അർത്ഥം. 533 മേദിനീപതി. മേദിനീപതി ഭൂമിയുടെ പതി എന്നർത്ഥം. 534 ത്രിപദ, അതായത് 3 പദങ്ങൾ ഉള്ളവൻ എന്നർത്ഥം. നമുക്കറിയാം വാമനമൂർത്തിയെയാണ് ഇവിടെ ഈ നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 പദങ്ങളെ കൊണ്ട് ലോകങ്ങൾ അളന്നവൻ എന്നാണ് ത്രിപദ എന്ന നാമത്തിന് അർത്ഥം. 535 ത്രിദശാധ്യക്ഷ. ത്രിദശ അധ്യക്ഷ, അതായത് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നിങ്ങനെയുള്ള 3 അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്നവൻ എന്നാണ് ഈ നാമത്തിനർത്ഥം. ജാഗ്രത്, അതായത് നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ. സ്വപ്നം, ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത്. സുഷുപ്തി, ഗാഢമായ നിദ്ര. നമ്മുടെ ഈ 3 അവസ്ഥയ്ക്കും നമ്മളിൽ തന്നെ, ഞാൻ തന്നെയാണ് അതിന് സാക്ഷിയായിരിക്കുന്നത്. അങ്ങനെ സാക്ഷിയായിരിക്കുന്നവൻ എന്നാണ് ത്രിദശ അധ്യക്ഷ എന്ന നാമത്തിനർത്ഥം. 536 നാമം മഹാശൃംഗ. മഹാശൃംഗം എന്നാൽ വലിയ കൊമ്പുകളുള്ള മത്സ്യരൂപം ധരിച്ചവൻ, അതായത് ഭഗവാന്റെ മത്സ്യാവതാരത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 537 നാമം കൃതാന്തകൃത്ത്. അതായത് കൃതാന്തകൃത്ത്, കാര്യരൂപമായ ഈ ജഗത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ അവസാനത്തെ, അന്തത്തെ ചെയ്യുന്നവൻ എന്നർത്ഥം. ഈ പ്രപഞ്ചത്തിന്റെ അവസാനത്തെ അല്ലെങ്കിൽ അന്തത്തെ ചെയ്യുന്നവൻ. ഇനി അതല്ലെങ്കിൽ കൃതാന്തമായ മൃത്യുവിനെ, അതായത് യമദേവനെ കൃന്ദനം ചെയ്യുന്നവൻ. കൃന്ദനം ചെയ്യാന്ന് വെച്ചാൽ സംഹരിക്കുന്നവൻ, അതായത് യമദേവനെ പോലും അവസാനം സംഹരിക്കുന്നവൻ എന്നും, ഈ ജഗത്തിനെ അവസാനം, പ്രളയത്തോടുകൂടി ജഗത്തിനെ അവസാനം ചെയ്യുന്നവൻ എന്നും അർത്ഥമുണ്ട്. മഹാവരാഹോ ഗോവിന്ദ സുഷേണ കനകാംഗതി ഗുഹ്യോ ഗഭീരോ ഗഹനോ ഗുപ്തചക്ര ഗദാധരഃ. ഭഗവാന്റെ 538 നാമം മഹാവരാഹ. 539 ഗോവിന്ദഃ. 540 സുഷേണഃ. 541 കനകാംഗതി. 542 ഗുഹ്യഃ. 543 ഗഭീരഃ. 544 ഗഹനഃ. 545 ഗുപ്തഃ. 546 ചക്ര ഗദാധരഃ. 538 നാമമായി പറയുന്നത് മഹാവരാഹ. അതായത് നമുക്കറിയാം മഹത്തായ വരാഹ സ്വരൂപമെടുത്തവൻ എന്നർത്ഥം. ഭഗവാന്റെ വരാഹ അവതാരമാണ് ബ്രഹ്മാവിന്റെ നാസാദ്വാരത്തിൽ നിന്നും ഒരു ചെറിയ പന്നിക്കുട്ടിയുടെ രൂപത്തിൽ പുറത്തു വന്നിട്ട് ആകാശം മുട്ടെ വളരുന്ന രീതിയിൽ മഹത്തായ വരാഹ ശരീരം സ്വീകരിച്ചു. അതാണ് മഹത്തായ വരാഹ സ്വരൂപമെടുത്തവൻ എന്നർത്ഥം. 539 നാമം ഗോവിന്ദഃ. ഗോ എന്നാൽ വേദാന്തവാക്യം. വേദാന്തവാക്യങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നവൻ അല്ലെങ്കിൽ ഉപനിഷത്ത് വാക്കുകളെ കൊണ്ട് അറിയപ്പെടുന്നവൻ എന്നർത്ഥം. 540 നാമം സുഷേണഃ. അതായത് ഷേണ എന്നാൽ പാർഷദന്മാർ, അതായത് ഭഗവാന്റെ സേന എന്നർത്ഥം. സുഷേണ എന്ന് വെച്ചാൽ നല്ല സേനയോട് കൂടിയവൻ. അപ്പോ പാർഷദ രൂപത്തിലുള്ള നല്ല സേനയോട് കൂടിയവൻ, അതാണ് സുഷേണഃ എന്ന നാമത്തിന് അർത്ഥം.
541 കനകാം ഗതി, കനകനിർമ്മിതമായ സ്വർണ്ണ നിർമ്മിതമായ തോൾവളകൾ ഉള്ളവൻ എന്നർത്ഥം. 542 നാമം ഗുഹ്യഹ, അതായത് രഹസ്യമായ ഉപനിഷത്ത് വാക്കുകൾ കൊണ്ട് അറിയപ്പെടുന്നവൻ എന്നർത്ഥമുണ്ട്. ഹൃദയമാകുന്ന ഗുഹയിൽ ഇരിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട്. ഗുഹ്യമായിരിക്കുക എന്ന് വെച്ചാൽ രഹസ്യം, അതീവ രഹസ്യമായിരിക്കുക എന്നാണ്. അപ്പോൾ ഉപനിഷത്ത് വാക്കുകൾക്കുള്ളിൽ രഹസ്യമായിരിക്കുന്നു ആ ഭഗവാൻ എന്ന ജ്ഞാനം. അതാണ് രഹസ്യമായ ഉപനിഷത് വാക്കുകൾ കൊണ്ട് അറിയപ്പെടുന്നവൻ എന്ന് പറയുന്നത്. മറ്റൊരർത്ഥത്തിൽ ഗുഹ്യമായിരിക്കുക, ഹൃദയമാകുന്ന ഗുഹയിൽ ഇരിക്കുന്നവൻ എന്നുമുണ്ട്. 543 നാമം ഗഭീരഹ, ജ്ഞാനം, ഐശ്വര്യം, ബലം, വീര്യം എന്നിവയാൽ ഗംഭീരനായവൻ എന്നാണ് ഈ ഗഭീരഹ എന്ന നാമത്തിന് അർത്ഥം. 544 ഗഹനഹ, അതായത് ഭഗവാന്റെ തത്വം അത്ര എളുപ്പത്തിലൊന്നും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. വളരെ പ്രയാസപ്പെട്ടു മാത്രം പ്രവേശിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഭഗവത് തത്വമായിരിക്കുന്നവൻ, അതായത് തത്വരൂപത്തിൽ ഇരിക്കുന്നവൻ, അതാണ് ഭഗവാനെ ഗഹനഹ എന്ന് പറയുന്നത്. വളരെ പ്രയാസമാണ് ആ തത്വം മനസ്സിലാക്കാൻ. സഗുണ ഉപാസന എളുപ്പമാണ്, പക്ഷേ അതിനപ്പുറത്തുള്ള നിർഗുണമായിരിക്കുന്ന അവസ്ഥയെ, ആ ഭഗവത് തത്വത്തെ അറിയുക വളരെ പ്രയാസമാണ്. അങ്ങനെ ഗഹനമായിരിക്കുന്നവൻ, അതാണ് ഗഹനഹ എന്ന നാമത്തിനർത്ഥം. 545 ഗുപ്തഹ, അതായത് വാക്ക്, മനസ്സ് മുതലായവയ്ക്ക് വിഷയമല്ലാത്തവൻ എന്ന്. വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ മനസ്സിലോ നമുക്ക് ആ സഗുണ രൂപത്തിലുള്ള ഭഗവാനെ അറിയാൻ, മനസ്സിൽ കാണാൻ സാധിക്കും. പക്ഷേ നിർഗുണമായിരിക്കുന്ന ആ പരമാത്മാവിനെ വാക്കാലോ മനസ്സിൽ സങ്കല്പം കൊണ്ടോ നമുക്ക് അറിയാൻ സാധിക്കുകയില്ല. 546 ചക്ര ഗദാധരഹ, മനസ്സ് തത്വരൂപമായ ചക്രവും ബുദ്ധി തത്വരൂപമായ ഗദയും ധരിച്ചിരിക്കുന്നവൻ എന്നർത്ഥം. അതായത് മനസ്സ് എന്ന തത്വത്തിന്റെ രൂപമായ ചക്രവും ബുദ്ധി തത്വത്തിന്റെ രൂപമായ ഗദയും ധരിച്ചവൻ എന്ന്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സുദർശന ചക്രവും ഗദയും ധരിച്ചവൻ എന്നും അർത്ഥം. വേദ സ്വാങ്കോ അജിത കൃഷ്ണോ ദൃഢ സംകർഷണോ ച്യുതഃ വരുണോ വാരുണോ വൃക്ഷ പുഷ്കരാക്ഷോ മഹാമനഃ. ഭഗവാന്റെ 547 നാമം വേദാഹ, 548 സ്വാങ്കഹ, 549 അജിതഃ, 550 കൃഷ്ണഃ, 551 ദൃഢഃ, 552 സംഘർഷണോച്യുതഃ, 553 വരുണഃ, 554 വാരുണഃ, 555 വൃക്ഷഃ, 556 പുഷ്കരാക്ഷഃ, 557 മഹാമനഃ. 547 നാമം വേദാഹ, അതായത് വിധാനം ചെയ്യുന്നവൻ എന്നർത്ഥം. വിധാനം എന്നാൽ രചന. അപ്പോ എന്തിൻ്റെ? പ്രപഞ്ച സൃഷ്ടി ചെയ്യുന്നവൻ, പ്രപഞ്ച സൃഷ്ടി രചിക്കുന്നവൻ എന്നർത്ഥം. അതാണ് വേദാഹ എന്ന നാമത്തിനർത്ഥം, പ്രപഞ്ച സൃഷ്ടി ചെയ്യുന്നവൻ. 548 നാമം സ്വാങ്കഹ, ഒരർത്ഥത്തിൽ സുന്ദരമായ അംഗങ്ങളോട് കൂടിയവൻ എന്ന് പറയാം. മറ്റൊരർത്ഥത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിൽ സ്വയം അംഗമായവൻ എന്ന്. ഏത് കാര്യങ്ങളായിരിക്കും ഭഗവാൻ ചെയ്യുന്നത്? പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാര കർമ്മങ്ങൾ. ഈ കർമ്മങ്ങളെ ചെയ്യുന്നത് ഭഗവാന്റെ തന്നെ അംഗങ്ങളാണ്, വിഭൂതികളാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ എല്ലാം തൻ്റെ അംഗങ്ങൾ കൊണ്ട് തന്നെ കാര്യങ്ങൾ, സ്വയം തൻ്റെ വിഭൂതികൾ കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു. ആ അർത്ഥത്തിൽ സ്വാങ്കഹ എന്നും പറയാം, സുന്ദരമായ അംഗങ്ങളോട് കൂടിയവൻ എന്നും അർത്ഥം. 549 നാമം അജിതഹ, ആരാലും ജയിക്കാൻ കഴിയാത്തവൻ എന്നാണ് അർത്ഥം. 550 നാമം കൃഷ്ണഹ, അതായത് കൃഷ്ണ ദ്വൈപായന രൂപമെടുത്തവൻ എന്ന്. അതാരെയായിരിക്കും? ഭഗവാൻ വ്യാസമഹർഷിയെ. അപ്പോ വേദങ്ങളും പുരാണങ്ങളും എല്ലാം നമുക്ക് രചിച്ചു നൽകിയ വ്യാസദേവനായി അവതരിച്ചതും ഭഗവാൻ തന്നെ. അതാണ് കൃഷ്ണഹ എന്ന നാമത്തിന് അർത്ഥം. 551 ദൃഢഹ, അതായത്
സ്വരൂപം, സാമർത്ഥ്യം ആദികൾക്ക് ഒരിക്കലും കുറവില്ലാത്തവൻ, അതാണ് ദൃഢഹ എന്ന നാമത്തിനർത്ഥം. ഭഗവാന്റെ ആ സ്വരൂപം, പരമാത്മ സ്വരൂപം, ഭഗവാന്റെ ആ സാമർത്ഥ്യം മുതലായവയ്ക്കൊന്നും ഒരിക്കലും ഒരു കുറവും വരുന്നില്ല, അതാണ് ദൃഢഹ എന്ന നാമത്തിനർത്ഥം. 552 സംഘർഷണോച്യുതഃ, സംഘർഷണഃ അച്യുതഃ, അതായത് സംഘർഷണ, സംഹാര സമയത്ത് ഒരുമിച്ച് എല്ലാ പ്രജകളെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ അല്ലെങ്കിൽ ലയിപ്പിക്കുന്നവൻ എന്നർത്ഥം. അച്യുതഃ എന്നാൽ ആ സ്വരൂപത്തിലെ ഒരിക്കലും ഒരു ച്യുതി വരാത്തവൻ, ച്യുതി എന്ന് വെച്ചാൽ മാറ്റമില്ലാത്തവൻ എന്നർത്ഥം. അപ്പോ സൃഷ്ടികാലത്ത് ഭഗവാന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് എല്ലാം പുറത്തേക്ക് വരുന്നത്, ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും പുറത്തേക്ക് വരുന്നത്. സംഹാരകാലത്ത് ഭഗവാന്റെ ഉള്ളിലേക്കാണ് എല്ലാ പ്രജകളും ലയിച്ചു ചേരുന്നതും. പക്ഷെ ഇത് രണ്ടും നടക്കുമ്പോഴും ഭഗവാന്റെ സ്വരൂപത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, അതാണ് അച്യുതഃ എന്ന് പറയുന്നത്. അപ്പൊ സംഘർഷണോ അച്യുതഃ എന്ന നാമത്തിനർത്ഥം അതാണ്. 553 നാമം വരുണഃ, അതായത് തൻ്റെ രശ്മികളുടെ ആ തീവ്രതയെ സംവരണം ചെയ്യുന്നവൻ, കുറയ്ക്കുന്നവൻ എന്നർത്ഥം. അതായത് ഭഗവാൻ തന്നെയാണ് സൂര്യനായി അവതരിച്ചിരിക്കുന്നത്. ഇപ്പൊ സൂര്യ ഭഗവാന്റെ ഉച്ച സമയത്തുള്ള സൂര്യൻ രശ്മികളുടെ ആ താപം, അതിന്റെ തീവ്രത സന്ധ്യാസമയത്ത് കുറയുന്നു. അപ്പോൾ തൻ്റെ രശ്മികളുടെ ആ തീവ്രതയെ സന്ധ്യാസമയമാവുമ്പോൾ കുറയ്ക്കുന്നവൻ, സംവരണം ചെയ്യുന്നവൻ, അതാണ് വരുണഃ എന്ന നാമത്തിനർത്ഥം. 554 വാരുണഃ, അതായത് വരുണന്റെ പുത്രനായ അഗസ്ത്യ മഹർഷി ആയിരിക്കുന്നവൻ, അതാണ് വാരുണഃ എന്ന നാമത്തിന് അർത്ഥം. 555 നാമം വൃക്ഷഃ, വൃക്ഷത്തെ പോലെ ഇളകാതെ ദൃഢമായി നിൽക്കുന്നവൻ എന്നർത്ഥം. 556 നാമം പുഷ്കരാക്ഷഃ, അതായത് ഹൃദയമാകുന്ന പുഷ്കരത്തിൽ, പുഷ്കരം എന്നാൽ താമരയിൽ പ്രകാശിക്കുന്നവൻ എന്നർത്ഥം. പുഷ്കരാക്ഷഃ എന്നാൽ ഹൃദയമാകുന്ന പുഷ്കരം, പുഷ്കരം എന്നാൽ താമരയിൽ, ഹൃദയമാകുന്ന താമരയിൽ പ്രകാശിക്കുന്നവൻ. 557 നാമം മഹാമനഃ, അതായത് സൃഷ്ടി സ്ഥിതി സംഹാരാദികൾ മനസ്സുകൊണ്ട് ചെയ്യുന്നവൻ എന്നർത്ഥം. അതായത് ഭഗവാൻ മനസ്സുകൊണ്ട് എന്താണോ ഇച്ഛിക്കുന്നത് അഥവാ സങ്കല്പിക്കുന്നത്, അതാണ് ഇവിടെ പ്രപഞ്ചമായി പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളായി മാറിയത്. അപ്പൊ ഭഗവാന്റെ സങ്കല്പമാണ് ഇവിടെ സൃഷ്ടിയായും സ്ഥിതിയായും സംഹാരമായും നടന്നുകൊണ്ടിരിക്കുന്നത്, അതാണ് മഹാമനഃ. അത് മനസ്സുകൊണ്ടാണല്ലോ അപ്പൊ ഭഗവാൻ സങ്കല്പിക്കുന്നത്. അപ്പൊ അത്രയും വലിയ മനസ്സ്, മഹാമനസ്സ്, സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ മനസ്സുകൊണ്ട് ചെയ്യുന്നവൻ എന്ന് പറയുന്നത്. ഭഗവാൻ ഭഗഹാനന്ദി വനമാലി ഹലായുധ ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണുർഗതിസത്തമഃ. ഭഗവാന്റെ 558 നാമം ഭഗവാൻ. 559 ഭഗഃ, 560 ആനന്ദി, 561 വനമാലി, 562 ഹലായുധഃ, 563 ആദിത്യഃ, 564 ജ്യോതിരാദിത്യഃ, 565 സഹിഷ്ണുഃ, 566 ഗതിസത്തമഃ. അപ്പൊ 558 നാമം ഭഗവാൻ. ഭഗവാൻ എന്നാൽ ഭഗമുള്ളവൻ എന്നർത്ഥം. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്നീ 6 ഗുണങ്ങളെയാണ് ഭഗം എന്ന് വിളിക്കുന്നത്. ഈ 6 ഗുണങ്ങളോട് കൂടിയവൻ, അതാണ് ഭഗവാൻ എന്ന നാമത്തിന് അർത്ഥം. 559 ഭഗഃ, അതായത് സംഹാരകാലത്ത് ഐശ്വര്യം മുതലായ ഗുണങ്ങളെ നശിപ്പിക്കുന്നവൻ, ഹനിക്കുന്നവൻ. 6 ഗുണങ്ങളോട് കൂടിയവൻ ഭഗവാൻ എന്ന് പറഞ്ഞു. എന്നാൽ സംഹാരകാലമാകുമ്പോൾ ഐശ്വര്യം മുതലായ എല്ലാത്തിനെയും നശിപ്പിക്കുന്നവൻ എന്നർത്ഥം. 560 ആനന്ദി, സുഖസ്വരൂപൻ എന്നർത്ഥം. 561 വനമാലി, അതായത് വൈജയന്തി എന്ന മാലയെ ധരിക്കുന്നവൻ എന്നർത്ഥം. 562 നാമം ഹലായുധഃ, ഹലം അഥവാ കലപ്പ ആയുധമായിട്ടുള്ള ബലരാമന്റെ രൂപം ധരിച്ചവൻ. അപ്പൊ ബലരാമനായി അവതരിച്ചതും ഭഗവാൻ തന്നെ, ഹലം ആയുധമാക്കിയ ബലരാമനായി അവതരിച്ചവൻ. 563 നാമം ആദിത്യഃ, അതിഥിയുടെ പുത്രനായ വാമനനായി ജനിച്ചവൻ എന്നർത്ഥം.
564 ജ്യോതിരാദിത്യ, സൂര്യമണ്ഡലത്തിന്റെ മധ്യത്തിൽ ആ ജ്യോതിസിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്നർത്ഥം. അതാണ് ജ്യോതിരാദിത്യ എന്ന നാമത്തിന് അർത്ഥം. 565 സഹിഷ്ണുഹു, അതായത് തണുപ്പ്, ചൂട്, സുഖം, ദുഃഖം, ജയം, പരാജയം എന്നിങ്ങനെയുള്ള ദ്വൈതങ്ങളെയൊക്കെ സഹിക്കുന്നവൻ എന്നർത്ഥം. അതാണ് ശീതോഷ്ണാദി ദ്വന്ദ്ങ്ങളെയൊക്കെ സഹിക്കുന്നവൻ, സഹിഷ്ണുഹു. 566 ഗതി സത്തമഹ, ഗതി എന്നാൽ ഏതൊരുവന്റെയും പരമമായ ഗതി. സത്തമ എന്നാൽ സർവശ്രേഷ്ഠം എന്നർത്ഥം. അപ്പൊ സർവശ്രേഷ്ഠമായ ഗതിയായിരിക്കുന്നവൻ എന്നർത്ഥം. ഏതൊരു ഭക്തന്റെയും ഏറ്റവും പരമമായ ഗതിയായിരിക്കുന്നത് ഭഗവാനാണ്. അതാണ് ഗതി സത്തമഹ എന്ന നാമത്തിന് അർത്ഥം.